അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനത്തെ 10 ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ മനസ്സ് വെക്കേണ്ട ഒരു കാര്യം, പടച്ചറബിൻ്റെ മാപ്പും വിട്ടുവീഴ്ചയും പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, പൊറുക്കലിനെ തേടുക എന്നതാണ്. അൽ അഫൂ എന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്, അഥവാ മാപ്പ് നൽകുന്നവൻ, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലദീ യംഹു അസ്സയ്യിആത്ത്, തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയുന്നവൻ. വയതജാവസു അനിൽ മആസി, അവൻ്റെ അടിമകളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ വിട്ടുമാപ്പാക്കുന്നവൻ, ഒഴിവാക്കി കൊടുക്കുന്നവൻ. അള്ളാഹുവിൻ്റെ ആ വിശിഷ്ടനാമവും അത് ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കാനും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പാപമോചനം നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ, അള്ളാഹു അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ്. ഇന്നല്ലാഹ ലഅഫൂവുൻ ഗഫൂർ, അള്ളാഹു ധാരാളം മാപ്പ് ചെയ്യുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പടച്ചറബിൻ്റെ ആ നാമത്തെ സംബന്ധിച്ച് നമ്മെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, ധാരാളമായി ആ പ്രാർത്ഥന അധികരിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അള്ളാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും നീ ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതിനാൽ പടച്ചവനെ, എനിക്ക് നീ മാപ്പ് നൽകണമേ, വിട്ടുവീഴ്ച ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കി നമ്മൾ തേടേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ റബ്ബ് ഇഷ്ടപ്പെടുന്ന നന്മകളിൽ വിനിയോഗിക്കേണ്ടതിന് പകരം അള്ളാഹു വെറുക്കുന്ന, വിനിയോഗിക്കരുത് എന്ന് പറഞ്ഞ തിന്മകളിൽ നമ്മൾ പലപ്പോഴും വിനിയോഗിച്ചു പോയിട്ടുണ്ട്. മനുഷ്യന്മാരെന്നുള്ള നിലയിൽ വീഴ്ചകളും കുറവുകളും ഏറെ ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നമ്മൾ കണ്ടുപോയിട്ടുണ്ട്, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് നമ്മൾ കേട്ടുപോയിട്ടുണ്ട്, നാവുകൊണ്ട് സംസാരിക്കാൻ പാടില്ലാത്തത് നമ്മൾ സംസാരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആ കണ്ണും കാതും നാവുമൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട നന്മകൾ പലപ്പോഴും നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ചെയ്യാതെ പോയിട്ടുണ്ട്. ഇങ്ങനെ സമ്പത്തും ആരോഗ്യവും സമയവും എന്ന് വേണ്ട അള്ളാഹു നൽകിയ സകലമാന അനുഗ്രഹങ്ങളും നന്മകളിൽ വിനിയോഗിക്കേണ്ടതിന് പകരം, പുണ്യങ്ങൾ കൊയ്തെടുക്കേണ്ടതിന് പകരം തിന്മകളിലൂടെ വിനിയോഗിച്ച് അള്ളാഹുവിൻ്റെ അതൃപ്തിയും പാപവും തെറ്റുകുറ്റങ്ങളും പേറിയിട്ടുള്ള നമ്മൾ, പരിശുദ്ധ റമളാൻ എന്നുള്ള അനുകൂലമായ സാഹചര്യം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടും ആ പാപക്കറകൾ കഴുകിക്കളയാൻ റബ്ബിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് മാപ്പിരന്ന് ആ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് റബ്ബിലേക്ക് ഏറ്റവും നല്ല മനസ്സോടുകൂടി തിരിയുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ റമളാൻ സാർത്ഥകമായി എന്ന് നമുക്ക് സമാശ്വസിക്കുവാൻ സാധിക്കും. അത് കേവലം റമളാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും റബ്ബിലേക്ക് അങ്ങനെ അടുക്കേണ്ടതാണ്. രാവിലെയും വൈകുന്നേരവും നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള അദ്കാറു സ്വബാഹി വൽ മസാ, നാം ചൊല്ലുന്ന ദിക്റുകൾ, ദുആകളിൽ അത് പ്രത്യേകം കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹുവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്, അതേപോലെ ശാരീരികമായ മാനസികമായ സൗഖ്യവും അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിലും എനിക്കത് വേണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയിലും അഫുവിനെ, വിട്ടുവീഴ്ചയെ, മാപ്പിനെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മൾ പാപമോചനത്തിന് വേണ്ടി തേടണം. മറ്റുള്ളവർക്ക് മാപ്പ് നൽകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അള്ളാഹു നമ്മെയും സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള സകലമാന വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും പുറത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും
ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.